ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ വീണ്ടും പുതിയൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ചാല് നമ്മള് ക്രിസ്മസിനുള്ള ക്രിസ്മസിന് വേണ്ടിയിട്ട് അങ്ങനെയൊന്നും പറയാം, നമ്മള് കുറച്ച് അല്ലറ ചില്ലറ അലങ്കാരത്തിനുള്ള സാധനങ്ങള് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ കൊറേ പുതിയ പുതിയ സാധനങ്ങള് വന്നിട്ടുണ്ട്. പിന്നെ സേറയില് ഇപ്രാവശ്യം ആദ്യമായിട്ടല്ലേ ആദ്യമായിട്ടാണ് സേറ തുടങ്ങിയിട്ട് ക്രിസ്മസ്. അപ്പൊ അവിടെ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാം. ഞങ്ങള് നമ്മുടെ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള ക്രിസ്മസിനൊക്കെ നമ്മള് അലങ്കരിച്ചിട്ടുണ്ടല്ലേ സാപ്പി? എല്ലാ ക്രിസ്മസും നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ലൈറ്റും കാര്യങ്ങളും വെക്കൂട്ടെ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ ലൈറ്റുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സമയത്ത് നമ്മള് പുത്തമ്പള്ളി ഉമ്മാക്ക് അങ്ങനത്തെ സാധനങ്ങൾ കണ്ടാൽ ഭയങ്കരമായിട്ട് മൈഗ്രെയിൻ ഉള്ള കാരണം ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ എന്നാൽ കൂടി ഉമ്മക്ക് എടുക്കുമ്പോഴൊക്കെ ഞങ്ങള് ലൈറ്റ് ഇട്ടിട്ട് ആസ്വദിക്കൂലേ. പുത്തമ്പള്ളിയുടെ അവിടെയൊക്കെ പോയാൽ നല്ല രസമായിട്ട് ഈ സമയത്ത്. പക്ഷെ ഇങ്ങനെ നമുക്കിപ്പോ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വ്ളോഗ് ഇട്ടുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഞങ്ങളുടെ വ്ളോഗ് കണ്ടോരിക്കറിയാം. നമ്മള് പുത്തമ്പള്ളിയുടെ അവിടെ നിന്നാണ് വാങ്ങിക്കാറ്. അവിടെ പോയ വേറൊരു ലോകാണ് കേട്ടോ. നല്ല രസമാണ് കാണാന്. നമുക്ക് എന്തൊക്കെയാ വാങ്ങിച്ച് കൂട്ടേണ്ടത് നമുക്ക് തന്നെ അറിയില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് എല്ലാം നമ്മുടെ സേറയിലുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് എന്തൊക്കെ വാങ്ങണ്ട് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് ഇപ്രാവശ്യം അലങ്കരിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്രാവശ്യം നമുക്ക് സ്റ്റാർ വാങ്ങണം. സ്റ്റാർ നാശായി. സ്റ്റാർ നമ്മൾ നിക്കാതെ കഴിഞ്ഞിട്ട് വാങ്ങിച്ചതല്ലേ. 3 കൊല്ലം നമ്മൾ യൂസ് ചെയ്തുട്ടാ സ്റ്റാർ. പിന്നെ വയ്യാണ്ടായി, ഒരു വയസ്സായി. ലൈറ്റ് ഇങ്ങനെ കുറച്ചേശം കത്തണുള്ളൂ. പിന്നെ അത് തീരെ കത്താണ്ടായി. പിന്നെ കുറച്ചിങ്ങനെ ബോളും സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ലൈറ്റ് ഒരെണ്ണം ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും സേറയിൽ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഞാനിതാ സേറയിൽ എത്തി. നല്ല രസമുണ്ടല്ലേ, എല്ലായിടത്തും ഇങ്ങനെ ലൈറ്റും സ്റ്റാറൊക്കെ ആയിട്ട് കാണാൻ. നമുക്ക് ജസ്റ്റ് ഷോപ്പിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കി വെക്കാം. കുറച്ചു നേരം നിന്ന് എല്ലാത്തിൻ്റെയും ഭംഗി ആസ്വദിച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പം ഞാൻ സാപ്പിൻ്റെ അടുത്ത് ഇത് വേണോ അത് വേണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇങ്ങനെ ബോളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ചിലതൊക്കെ ഡാമേജ് ആയി പോട്ടെ. നമ്മൾ കുറച്ച് ദിവസം ഇങ്ങനെ ഇടുമ്പോൾ തന്നെ വെയിലും ഇതൊക്കെ കൊണ്ടിട്ട് ഡാമേജ് ആവാറുണ്ട്. പിന്നെ സിജുവേട്ടൻ പുതിയ മോഡലൊക്കെ വന്നത് എനിക്ക് കാണിച്ചു തരികയാണ് കേട്ടോ. അതാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടത്. ഇവിടെ സാപ്പി ആംബ്രു ആണെന്നുണ്ടെങ്കിൽ സാപ്പി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു ലൈറ്റ് കണ്ടായിരുന്നു. നല്ല അടിപൊളി ലൈറ്റാന്നൊക്കെ പറഞ്ഞിട്ട് ആണ് കേട്ടോ സാപ്പി ആംബ്രു ഇപ്പൊ തപ്പിക്കൊണ്ടിരിക്കണത്. അങ്ങനെ ഫൈനലി നമ്മൾ ഈ ട്രീ വാങ്ങിച്ചേക്കാണ്. ഇത് ഇങ്ങനെയല്ല കേട്ടോ, ഞാൻ അത് ഇങ്ങനെയാന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നിട്ട് നമ്മളിങ്ങനെ അതിന്റെ ഓരോ കമ്പികളും ഇങ്ങനെ നിവർത്തി കൊണ്ടുവരണം. പിന്നെ ഇതൊക്കെ നമ്മളിപ്പോ വാങ്ങിച്ചതാണ് കേട്ടോ. ഞാനൊരു മാനിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു പുതിയ കോമ്പ് വാങ്ങിച്ചു കേട്ടോ. എനിക്ക് ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ 2 ലൈറ്റും വാങ്ങിച്ചിട്ടുണ്ട്. സംഭവം ഇങ്ങനെ വാങ്ങിച്ചാൽ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കട്ടെ. കാരണം നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളല്ലേ, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. പിന്നെ ബെല്ല് വാങ്ങിച്ചിട്ടുണ്ട്, ബോള് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ആംബ്രു ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. അവിടെ ബാംഗിൾസിന്റെ അവിടെ കളിക്കാൻ ആംബ്രുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്ക് ഞങ്ങൾ എന്താ ചെയ്യണമെന്നൊക്കെ വന്ന് നോക്കൂട്ടോ. പിന്നെ മൂപ്പരാൾ ഇവിടെ നിന്ന് കളിക്കും. പിന്നെ എന്റെ സൗണ്ട് ചെറുതായിട്ടൊന്ന് അടഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് ഇങ്ങനെ. അങ്ങനെ നമ്മൾ ഒരുവിധം സാധനങ്ങളൊക്കെ എടുത്തു. സാപ്പി കുറച്ചു നേരം ആ ലൈറ്റ് തപ്പിയിട്ട് കുറച്ചു നേരം അവിടെ ഇരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇതൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ആംബ്രു ഒരു ബലൂണൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഇന്ന് സെറ്റാക്കാൻ പറ്റുമോ ചോദിച്ചാൽ എനിക്കറിയില്ല ഗൈസ്. നമുക്ക് നോക്കി നോക്കാൻ വീട്ടിൽ പോയിട്ട്. ഇവിടെ ട്രീ ആയിട്ട് ഷെയ്ജോമോൻ വരുന്നുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി നമ്മൾ ഒരു 12 മണിക്ക് ശേഷം സെറ്റ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ മുന്നേ നമ്മുടെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് കാണാണ്ടാവില്ല. ഇപ്പോഴും കാണാനില്ല. ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മുന്നേ കുറെ ഉണ്ട് പറഞ്ഞിട്ടൊന്നും കാണാനില്ല ഗൈസ്. ബൾബൊക്കെ കിട്ടി. അപ്പൊ നമുക്കിപ്പോൾ എന്തായാലും സെറ്റ് ചെയ്യാം. ഞങ്ങൾ ഇന്നലെ ആംബ്രു ഉറങ്ങിയതിന് ശേഷം സെറ്റാക്കാന്നാണ് വിചാരിച്ചത്. ആംബ്രു ഉറങ്ങിയപ്പോൾ 12 മണി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്കും ഉറക്കം വന്ന്. അപ്പൊ നമ്മളിന്ന് രാവിലെയാണ് സെറ്റ് ചെയ്യാൻ. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. എനിക്ക് ക്രിസ്മസ് ട്രീ ഒരുക്കണയിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. അത് ഞാൻ സെറ്റാക്കാം. ഓക്കെ,
അങ്ങനെ നമ്മൾ ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആംബ്രൂന് ആ ലൈറ്റിന്റെ ബോക്സ് കയ്യെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുമ്മ കളിച്ചിട്ട് നിൽക്കുകയാണ്. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇതാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് സാപ്പി സ്റ്റാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിങ്ങനെ ഈ മേലക്കുള്ള പണി എത്തില്ല കേട്ടോ. അപ്പൊ അതൊക്കെ സാപ്പിയുടെ പണിയാണ്. അപ്പൊ അങ്ങനെ സ്റ്റാർ ആദ്യം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ വാങ്ങിച്ചത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാട്ടാ. ആകെ ഇത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ കേടായിക്കോളും. അത് നമ്മൾ എടുത്ത് വെച്ചതിലൊക്കെ ഇങ്ങനെ പൊടിയായിട്ടൊക്കെ വിട്ടുപോയി. അങ്ങനെ അധികമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. മാന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ബെല്ലിൻ്റെ ആ ഒരു സാധനം, പിന്നെ കുഞ്ഞ് സ്റ്റാർ, ഈ ബോള്, പിന്നെ ഇതാ ഇങ്ങനത്തെ ഒരു മറ്റേ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വടി പോലത്തെ ഒരു സാധനം. അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ഈ ബോള് നല്ല രസമുണ്ട് കേട്ടോ നേരിട്ട് കാണാനൊക്കെ. പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ലൈറ്റ് ആണ് കേട്ടോ, 2 എണ്ണം. കഴിഞ്ഞ പ്രാവശ്യത്തെ കാണാണ്ടായ കുറച്ച് സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു കുഞ്ഞ് കിറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ ലൈറ്റും കുറച്ച് സാധനങ്ങളും മാത്രമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇത് നമ്മൾ ഇപ്രാവശ്യം വാങ്ങിച്ച ലൈറ്റ് ആണ്. ഇത് നല്ല ലൈറ്റ് ആണ് കേട്ടോ. പിന്നെ അതാ അതുപോലത്തെ വേറൊരു മോഡലുണ്ട്. ഇതൊരു ഫ്ലവർ പോലത്തെ ഒരു ലൈറ്റ് ആണ്. ഇതിന്റെ ഇടയ്ക്ക് സാപ്പി ഒന്ന് പുറത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കോഡൊക്കെ കേടായി. അപ്പൊ അത് വാങ്ങിച്ചു. പിന്നെ ഇതാ ഈ 3 പിന്നൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട്. വീണ്ടും കുറച്ച് സാധനങ്ങൾ സാപ്പി വാങ്ങിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കുട്ടി കുറച്ച് അപ്പൂപ്പന്മാര്, പിന്നെ ഈ ഒരു വലിയ അപ്പൂപ്പനൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു. ചെറിയ അപ്പൂപ്പനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതൊന്നും വാങ്ങാഞ്ഞത്. പക്ഷെ അതൊക്കെ നാശമായിരിക്കണു. ഇനി നമ്മൾ പാക്ക് ചെയ്ത് അങ്ങനെ വെച്ചതിന്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ സാപ്പി പോയിട്ട് ഇതൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ ആ വലിയ അപ്പൂപ്പനിലേക്കാളും കുറച്ച് കുഞ്ഞി അപ്പൂപ്പൻ. അപ്പൊ ഇത്ര സാധനങ്ങളൊക്കെ മതി. ഇപ്പൊ അത്യാവശ്യത്തിൽ അധികമായിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ പോയിട്ട് വലിയ നാടകമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റാർ ഞാൻ സെറ്റാക്കിയ പോലെ. പിന്നെ ലൈറ്റൊക്കെ ഇട്ടു കേട്ടോ. ആ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു സമയം എത്തിയേക്കാണ്. ക്രിസ്മസ് ട്രീ ഇനി നമുക്ക് സെറ്റാക്കാം. അങ്ങനെ കുറച്ച് പേരെ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാവാറുണ്ട് കേട്ടോ. അങ്ങനെ അവർ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റാക്കണത്. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം വാങ്ങുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അത് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. പിന്നെ അത് കുറച്ച് സമയം എടുക്കും. നമ്മളിങ്ങനെ ഓരോ കമ്പി ഇങ്ങനെ വിടർത്തി ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലാത്തവർക്ക് തലയ്ക്ക് പ്രാന്ത് വരും കേട്ടോ. അപ്പൊ ആമ്പൂർ അവിടെ വന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ആള് കുറച്ച് അകത്ത് പോയിരിക്കും, കുറച്ച് ഞങ്ങളുടെ കൂടെ ഇരിക്കും, അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മള് ക്രിസ്മസ് ട്രീ ഓൾമോസ്റ്റ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പരമാവധി ഞങ്ങൾ വിടർത്തിയിട്ടുണ്ട്. ഇനിയും വിടർത്താനുണ്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ സാപ്പി ഇതാ ലൈറ്റ് ഇടാണ് കേട്ടോ. ഞാൻ പറയില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ലൈറ്റ് നല്ല രസം ഉണ്ടാവുന്നു കേട്ടോ. ആ ഒരു ട്രീം അത് ഇട്ടപ്പോൾ അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ആ ഒരു ഭംഗി അറിയണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞാനും സാപ്പിയും കൂടിയിട്ട് ലൈറ്റും ഇതൊക്കെ സെറ്റാക്കുകയാണ്. ലൈറ്റ് ഇട്ടപ്പോൾ പകലായ കാരണമാണ് കേട്ടോ അധികം അറിയാത്തത്. നമുക്കെല്ലാം സെറ്റ് ചെയ്തിട്ട് രാത്രി നോക്കാം എങ്ങനെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതാ ഞാൻ ട്രീ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് മാനെയാണ് കേട്ടോ ഞാൻ വെച്ചത്. അങ്ങനെ നമ്മുടെ എല്ലാ അലങ്കാരപ്പണികളും ഇവിടെ കഴിഞ്ഞേക്കാണ്. ട്രീ ഒക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് രാത്രി നോക്കി വെക്കാം എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണേ. നമ്മുടെ ട്രീയുടെ അലങ്കാരപ്പണികളൊക്കെ ഇവിടെ കഴിഞ്ഞേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങള് നേരത്തെ കൂട്ടിയിട്ട് ഒരു അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് പറയാണ്. അതുപോലെ തന്നെ ഹാപ്പി ന്യൂ ഇയറും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ ആമ്പൂർ സമ്മതിക്കണില്ല കേട്ടോ. അതാ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളിങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇതൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ അത്ര അറിയണില്ല അല്ലേ. പക്ഷെ നേരിട്ടിട്ട് നല്ല ലൈറ്റും കാര്യങ്ങളും ഉണ്ട് വീടിന്റെ ഫ്രണ്ടിൽ. എന്താ മിണ്ടാണ്ടിരിക്കല്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ കള്ളന്റെ ചെറിയ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് രാത്രിയായപ്പോ പറയാൻ പറ്റില്ല. ഇവിടുത്തെ ഒരു സൈക്കോ കള്ളനാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാട്ടോ, ഇവിടെ കള്ളന്റെ ശല്യം ഉണ്ട്. അപ്പൊ നമ്മളെന്തായാലും അതെടുത്ത് വെച്ച് നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ള ഗൈസ്. അപ്പൊ എല്ലാവരോടും ഒരു അഡ്വാൻസ് ആയിട്ട് മേരി ക്രിസ്മസ് പറഞ്ഞു. ഹാപ്പി ക്രിസ്മസ്, മേരി ക്രിസ്മസ്.
ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാൻ കഴിയും. അടുത്ത വ്ളോഗിൽ കാണാം. അത് ബൈ ബൈ.